നിങ്ങളെ പോലെയുള്ളവരോടെ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒരിടെ നമുക്ക് വിദ്യാഭ്യാസം ഒന്നും കയറി ഇറങ്ങി നടക്കാൻ ഓരോരുത്തരെ പോലെ കരഞ്ഞും വിളിച്ചും ചെന്ന് വാങ്ങിക്കാനോ എടുക്കാനോ ഞങ്ങൾക്ക് അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലതും കിട്ടിയേ പറ്റൂ. നമസ്കാരം, ഞാൻ ജിഷ എലിസബത്ത്. കടലാഴങ്ങളിൽ കിനാവ് കാണുന്നവർ എന്ന വീഡിയോ സീരീസിൽ ഇത്തവണ തിരുവനന്തപുരം വിഴിഞ്ഞം മുല്ലൂരിലെ ചിപ്പിത്തൊഴിലാളികളുടെ ദുരിതകഥയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിസ്സഹായരായ മനുഷ്യരുടെ കരച്ചിലുകൾ അവഗണിക്കുന്നതാണ് നല്ലത് എന്ന് കരുതുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. നമ്മുടെ സുഖസൗകര്യങ്ങൾക്കും പൊങ്ങച്ചം പറച്ചിലുകൾക്കും തടസ്സമായി വന്നാൽ ഇത്തരം മനുഷ്യരെ അധിക്ഷേപിച്ചും പറഞ്ഞു പറ്റിച്ചും ഒഴിവാക്കുകയാണ് നമ്മുടെ ശീലം. അത്തരത്തിൽ ഒഴിവാക്കപ്പെട്ട മനുഷ്യരാണ് തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ടിനു വേണ്ടി തൊഴിലിറക്കപ്പെട്ട ചിപ്പിത്തൊഴിലാളികൾ. എന്നാൽ കേരളത്തിന്റെ വികസന സ്വപ്നമായ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ തുറമുഖത്തിനായി എത്ര മനുഷ്യരാണ്, എത്ര കുടുംബങ്ങളാണ് പട്ടിണിയിലേക്ക് തള്ളപ്പെട്ടത് എന്ന് നാം കണ്ണു തുറന്ന് നോക്കുന്നത് നല്ലതാണ്. കേരളത്തിന്റെ സൈന്യമെന്നൊക്കെ പട്ടും വളയും കൊടുക്കുന്നതിന് പകരം അവർക്ക് തൊഴിലുണ്ടോ, അടുപ്പിൽ തീ പുകയുന്നുണ്ടോ, അവരുടെ തൊഴിലിടം എന്നേക്കുമായി മണ്ണിട്ട് നികത്തിയപ്പോൾ പകരം തൊഴിൽ നൽകിയോ എന്നൊക്കെ അന്വേഷിക്കുന്നതും പരിഹാരം ചെയ്യുന്നതുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം. തങ്ങളായി കേരളത്തിന്റെ വികസന സ്വപ്നത്തിന് വിലങ്ങുതടിയാകരുതെന്ന നിശ്ചയത്തോടെ സ്വന്തം വള്ളവും വലയും കട്ടപ്പുറത്ത് കയറ്റിയവരുണ്ട്. ജീവിക്കാനായി കടലിനെ വിട്ട് മറ്റു തൊഴിലുകൾക്ക് പോകുകയോ പട്ടിണി കിടക്കുകയോ ചെയ്യുന്നവരുണ്ട്. ഒരിക്കൽ പോർട്ട് പണി ആരംഭിക്കുമ്പോൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുമെന്ന് അവരെ പറഞ്ഞു പറ്റിച്ച ശേഷം കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ വടക്കുനിന്നും ആളെ ഇറക്കി. എല്ലാവർക്കും നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്ത ശേഷം തൊഴിലാളി എന്ന രേഖകൾ ഉണ്ടായിട്ടും ഇല്ല എന്ന് രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുണ്ട്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാര പട്ടികയിൽ പേരില്ലാത്ത 100 കണക്കിന് ചിപ്പിത്തൊഴിലാളികൾ ഇവിടെയുണ്ട്. കുടുംബത്തിന്റെ ഒരേയൊരു വരുമാന സമ്പാദകയോ ആയ മനുഷ്യർ ഇവരിലുണ്ട്. ദിവസവും തങ്ങൾ തൊഴിലാളികളാണെന്ന് തെളിയിക്കുന്ന രേഖകളുമായി അവർ പല ഓഫീസുകളിലും പല അദാലത്തുകളിലും കയറിയിറങ്ങുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും രേഖയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ഇപ്പോൾ നിലവിലുള്ള എല്ലാവർക്കും ആനുകൂല്യം, ബുക്കും പേപ്പറും രേഖയുള്ളവർക്ക്. ഇവരെ സംബന്ധിച്ച വാർത്ത ചെയ്യാനായി പലകുറി മുല്ലൂരിൽ, വിഴിഞ്ഞം ഹാർബറിൽ, മതിപ്പുറം ബീച്ചിൽ, കോട്ടപ്പുറത്ത് ഒക്കെയും അലഞ്ഞു തിരിഞ്ഞു. ഒരിക്കൽ അവർ അവരുടെ സങ്കടങ്ങൾ പറയാനായി പോർട്ട് പദ്ധതി പ്രദേശമായ മുല്ലൂർ ബീച്ചിന്റെ മുഖകവാടത്തിൽ കാത്തുനിന്നു. ഇവിടെയാണ് അവർ കടലിലേക്ക് പോകാനായി കട്ടമരം എന്നറിയപ്പെടുന്ന തീരെ ചെറിയ വള്ളം സൂക്ഷിച്ചു വെച്ചിരുന്നത്. അവർക്കു പുറകിൽ പോർട്ട് പ്രദേശം നിങ്ങൾക്ക് കാണാം. 4 പേരെ കാണാൻ പദ്ധതിയിട്ട് പോയ ഞാൻ കണ്ടത് 100 കണക്കിന് പേരെയാണ്. ശരിയാണ്, അവർ ഉച്ചത്തിൽ സംസാരിക്കുന്നവരാണ്. പരിചയമില്ലാത്തവർക്ക് അത് കേട്ടാൽ അവർ ചീത്ത വിളിക്കുകയാണ് എന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. എന്നാൽ അവരുടെ മുഖങ്ങളിലേക്ക് നോക്കുക. നിസ്സഹായാവസ്ഥയും സങ്കടവും തിങ്ങിയ ഒരുപാട് മുഖങ്ങൾ എനിക്ക് കാണാൻ പറ്റി. അവരെക്കുറിച്ച് പഠിക്കാൻ വന്ന പലയാളുകളും അവരുടെ ഉറക്കെയുള്ള സംസാരം കേട്ട് പേടിച്ചപ്പോഴൊക്കെ അങ്ങനെയല്ല, തീർത്തും അവർ പച്ച മനുഷ്യരാണ് എന്ന് തിരുത്തി കൊടുത്തിട്ടുണ്ട്. മുല്ലൂരിലെ തന്നെ കാര്യമെടുക്കുക. രേഖകളുണ്ട്, തൊഴിലാളിയായിരുന്നു, കേരളത്തിന്റെ വികസന പദ്ധതിക്ക് വേണ്ടി തൊഴിലിറക്കപ്പെട്ടവരാണ്. മുല്ലൂരിൽ നിലവിൽ 88 ഏക്കറോളം കടൽ നികത്തി. ആ പ്രദേശത്തിന്റെ മാത്രം പ്രത്യേകത കൊണ്ട് അവിടെ മാത്രം ഉണ്ടായിരുന്ന ചിപ്പിക്കൂട്ടങ്ങൾ മണ്ണടിഞ്ഞു. മറ്റൊരു ദേശത്ത് മറ്റൊരു കടലിൽ അവർക്ക് ചിപ്പി കിട്ടില്ല. 198ഓളം പേർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകി. എന്നാൽ ഇനിയും 150ലധികം ചിപ്പിത്തൊഴിലാളികൾ പട്ടികയുടെ പുറത്താണ്. 150 കുടുംബങ്ങൾ എന്നത് ചിപ്പിത്തൊഴിലാളികളുടെ മാത്രം കാര്യമാണ്. അല്ലാത്ത കടൽപ്പണിക്കാർ ഇതിലിരട്ടി വരും. വിഴിഞ്ഞം ഹാർബറും പരിസരവും കേന്ദ്രീകരിച്ച് 400 തൊഴിലാളികൾ ചിപ്പി ശേഖരണവുമായി ബന്ധപ്പെട്ട് തൊഴിലെടുത്തിരുന്നു. ഇതിൽ 50 പേർ മാത്രമാണ് ഇപ്പോൾ ഈ തൊഴിലിലുള്ളത്. കുറെ നാൾ പറഞ്ഞു പറ്റിച്ചു വരുമ്പോൾ ഒരു നാൾ അവർ പ്രതികരിക്കും. അത് എല്ലാ സമൂഹത്തിലുമുള്ളതാണ്.
എന്നാൽ കടലിനോടും പ്രകൃതിയോടും മല്ലിട്ട് ഉപജീവനം കഴിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഗതിമുട്ടി പ്രതികരിക്കുന്ന നേരത്ത് നാം നമ്മുടെ സകല അധികാരാവകാശങ്ങളുടെയും മണിമേടയിലിരുന്നു കൊണ്ട് അവർക്കെതിരെ കല്ലുകൾ എറിയുന്നു. കഴിഞ്ഞ ദിവസം പൂന്തുറയിൽ കണ്ടതും അതാണ്. അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി മാത്രം സമ്പാദിക്കുന്ന, നമ്മളെപ്പോലെ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത, മറ്റു തൊഴിലിടങ്ങൾ അപ്രാപ്യമായ ആളുകളെ നമ്മൾ വിവരമില്ലാത്തവരെന്നും തെമ്മാടികളെന്നും അഭിസംബോധന ചെയ്തു. പ്രളയത്തിൽ മുങ്ങിയ കേരളത്തെ സ്വന്തം ബോട്ടുകളിലെത്തി കൈപിടിച്ച് കയറ്റിയവരാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. അതേ സൈന്യത്തെ രാഷ്ട്രീയക്കാരുടെ പാവകളെന്ന് നമ്മൾ കളിയാക്കി. പറഞ്ഞാൽ അനുസരിക്കാത്തവരെന്നും തോക്ക് കയ്യിൽ പിടിച്ച് സംസാരിച്ചാൽ മാത്രം ഒതുങ്ങുന്നവരെന്നും അധികാരികൾ തന്നെ മുദ്രകുത്തി. പട്ടിണിയും തിരസ്കരണവും കൊണ്ട് ഗതിമുട്ടിയപ്പോഴാണ് ഒരു ജനത പൂന്തുറയിൽ പ്രതികരിച്ചത്. ഇതേ കടുപ്പത്തിൽ, ഒരുപക്ഷെ ഇതിലേറെ കടുപ്പത്തിൽ, വിഴിഞ്ഞത്തും മുല്ലൂരിലും മതിപ്പുറത്തും കോട്ടപ്പുറത്തും സംഘർഷത്തിന്റെ കൊടുങ്കാറ്റ് രൂപപ്പെട്ടു വരുന്നുണ്ട്. ഓരോ തവണ സംഘർഷമുണ്ടാകുമ്പോഴും മതമേലാധികാരികളും രാഷ്ട്രീയ പാർട്ടികളും അതു ചെയ്യാം ഇതു ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടുകയാണ് പതിവ്. ഓരോ തവണയും രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിളക്കി വിടുന്നു എന്ന് എതിർ പാർട്ടികൾ ആരോപണം ഉയർത്താറുണ്ട്. എന്നാൽ തോറ്റവന്റെ രാഷ്ട്രീയമാണ് മത്സ്യത്തൊഴിലാളികളെ ഒരുമിപ്പിക്കുന്നത്. അവരുടെ അളമുട്ടിയ പ്രതികരണമാണ് ഒടുവിൽ അക്രമമായി ചിത്രീകരിക്കുന്നതും. അതിനു മുമ്പ് അവർ നേരിട്ട അവഗണനയും പിടിച്ചുപറിയും ഒതുക്കി തീർക്കലും തിരസ്കരണവുമെല്ലാം അദൃശ്യമായി തുടരും. പൊതുജനങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. ദയവ് ചെയ്ത് അവരെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ചുപ്പി കച്ചവടം, മീൻ കച്ചവടം ചെയ്താണ് നമ്മളെ ജീവിതങ്ങൾ. അതുകൊണ്ട് നമ്മളെ വല സഹായിക്കണം. നമുക്ക് ഇത് ഈ തൊഴിലേ ഉള്ളൂ. ഇത് പോയിട്ട് നമുക്ക് വേറെ തൊഴിലൊന്നും ജീവിതം ഇല്ല. മുല്ലൂരിലെ ചിപ്പിത്തൊഴിലാളികളുടെ ദുരിത കഥ കണ്ടല്ലോ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.